ഹലോ ചെങ്ങായിമാരെ, അസ്സലാമു അലൈക്കും. നമ്മളെ 10 രൂപ കൊല്ലം പഴക്കമുള്ള വീടേനി. കുറേ ഒരു തല വീടിനി. അപ്പോൾ അയച്ചുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മോഡല് വൃത്തിയാക്കി ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരുവിധം തറ കീറലൊക്കെ നമ്മൾ തന്നെയാണ്. പൊളിച്ചും പൊളിയും തറ കീറലും അങ്ങനെ ഓരോ പണിയാണ്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാതല്ലോ എല്ലാവരും. പണിക്കാരനും കൂടി കൂടെ മെയിൻ പണിക്കാരൻ അവനാണ്. ഓൻ ഇവിടുന്ന് ഇങ്ങനെ പറയും. കേട്ടാ ആ പറയണ കേട്ടോളി. ഓൻ പറയണേ കേക്കി. ആ അതന്നെ. ആ ഓ അങ്ങനെ പറഞ്ഞു കൊടുക്കും, നമ്മളിങ്ങനെ ചെയ്യാം. അങ്ങനെ ഉണ്ടോ? എന്താണ് എന്റെ പണി? ആ ആ കുട്ടി പണി എടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാരും കണ്ടോളൂ. കുട്ടി പണി എടുക്കാണേ. ആ ഇവിടെതാ മൂത്താപ്പക്ക് പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ 4 ആള് നോക്കിക്കാണും. ആ കേട്ടോ. ഓ ജയിനോടാ പോരണേ. പ്ലാസ്റ്റിക്കിന്റെ സാധനം അവിടെ അടുക്ക് തറന്റെ അളവ് വെക്കാൻ. ഇതാ ഇവിടെ അവിടെ മേലതാ കയറ് എന്ന് പറയുമ്പോ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ബടി വടി. ഈ സാധനത്തിനാണ് കേട്ടോ പ്ലാസ്റ്റിക് പറഞ്ഞ്. ഇത് പ്ലാസ്റ്റിക് ആണോ? ഇത് പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ പൊളിച്ച ഭാഗം. അതായത് ബാത്റൂമൊക്കെ ഏകദേശം പൊളിഞ്ഞ് വീണിഞ്ഞ്. അപ്പോൾ അതും അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് നന്നാക്കാൻ എഴുതിയിട്ടാണ്. പിന്നെ 20 വർഷം ഒന്നും ഒരു പഴക്കല്ല എന്നറിയാം. പക്ഷേ ഈ വീട് പെട്ടെന്ന് പണി തീർത്ത് പാർത്ത ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേനി. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഈ വീടിനുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞ് ഇങ്ങനെ ചെറുങ്ങനെ വീണ് തുടങ്ങി. ഇതാണ് കേട്ടോ വീടിൻ്റെ മുൻഭാഗം. ഇൻഷാ അല്ലാഹ് ഇവിടെയും ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. വീടുമ്പോൾ പണിയെടുക്കുമ്പോഴുള്ള വിഷയമായിട്ടത്. ഇവിടെ ഒരു സ്ലാബ് പൊങ്ങി വരുന്നുണ്ട്. ഇത് അടുക്കളയത്തെ പിന്നെ വേസ്റ്റിന്റെ വെള്ളം പോയിന് സ്ഥലമാണ് കേട്ടോ. ആ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി, ഈ വേസ്റ്റ് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് എന്തോന്ന് അങ്ങനെ തന്നെ അത് മനസ്സിലായിണ്ടാവും. അപ്പോൾ അതിനുള്ള സ്ലേവേനി. അപ്പം ഇനി എടുത്തു നോക്കിയാൽ അറിയാം അതിൻ്റെ അവസ്ഥ എന്താണ്. നിങ്ങളെപ്പോലെ നടക്കണത് ബുദ്ധി എവിടേക്ക് പോവാനാ? സ്ലേബൊക്കെ നമ്മളെ മട്ടാസുകൊണ്ട് വിക്കാസല്ല അതിന് പറയാം. അതിനോണ്ട് പിന്നെ കൊത്തുണ്ട്. അതിൻ്റെ വാപ്പൻ്റെ ആണ്. മിക്കവാറിൻ്റെ വാപ്പനോട് ഇന്ന് തെറി അഭിഷേകം കിട്ടാൻ മതി. അതിൻ്റെ തുഞ്ചൊക്കെ വളഞ്ഞു വീണ്. ഒരു 10 നിങ്ങൾ ചോദിച്ചില്ലേ 10 ഗായ്സ് മട്ടാസ് പൊട്ടി ഗായ്സ്. എന്റെ തൊള്ളന്റെ പ്രശ്നമില്ല. ആ ഞാൻ പറഞ്ഞോളി. ഇതേ ഇവിടെയുള്ള സ്ലാബിനാണ് കൊട്ടിക്കൊണ്ടിരുന്നത് വരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടും. ഇപ്പൊ പ്രശ്നം ഫുള്ള് ഇന്റേതാണ്. എന്റെ തൊള്ളയാണ് കേട്ടോ പ്രശ്നം. ഇതാണ് കേട്ടോ എന്റെ പണി. ഞാനൊരു പണി എടുത്തില്ല അറിയണ്ട. ഒരു പണി എടുക്കണമെങ്കിൽ 50 ഹെൽപ്പർമാർ ചുരുങ്ങിയ വേണം. ആ 50 ആളെ പണി ഞാനാണ് നിൽക്കുന്നത്. ഞാനൊരു പണി എടുത്തില്ല അറിയരുത്. എന്തേ പറയാണ്ടോ? ഏയ് എങ്ങോട്ടാ വളി വെക്കണേ? കല്ലൊക്കെ എടുത്തോടുത്ത് വിളിച്ചിട്ടുണ്ട്. ആരാ വിളിക്കണേ? കുട്ടേ കല്ലെടുത്ത് കൊടുക്ക്. മുത്താപ്പാക്ക് കല്ലെടുത്ത് കൊടുക്ക്. ആ അടച്ച റബ്ബേ കേറി. ഈ സാധനം കൊണ്ട് 2 ഉപകാരം. കൊട്ട ഇടണ്ട, വിട്ട് കയറിയാനൊക്കെ സുഖമാണ്. പഴയ കാലത്ത് പോയി പണിക്ക് എടുക്കുന്ന സാധനം. പിന്നെ അവിടുന്ന് അതങ്ങോട്ട് കയറിട്ടോ. അവിടുന്ന് എടുത്ത് പിന്നെ വേറെ മാറ്റണം. അങ്ങനെയൊക്കെ എല്ലാവരും ഒരു ദിവസം എടുക്കണേ, അങ്ങനെ 2 ദിവസം എടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെ നാടിടും, അവിടുന്ന് വേറെ ഭാഗത്തേക്ക് ഇടും. എന്താ ചെയ്യാ? ഈ മണ്ണാണ് താകെടുത്ത്. അതിനാണ് ഇപ്പൊ വലിയ വിടലൊക്കെ വിടുന്നത്. കണ്ടു ഗൈസ്, ഈ സ്ലേവ് എന്ന് പറഞ്ഞാൽ താഴത്തെ വരെ പൊളിച്ചപ്പോൾ ഓല് കട്ട് ചെയ്ത സ്ലേവ് നമ്മൾ എടുത്തിട്ട് വന്ന് വെച്ചേന്. അപ്പം അന്നങ്ങനെ ഒരു ഉപകാരം അവരോട് കിട്ടിയത് നമ്മൾ ഇതിൽ ഓർക്കുകയാണ് അല്ലേ അറിയാവേ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സ്ലേവ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വെച്ചാണ്, അവർക്ക് കൊടുക്കണം. നോക്കി ഒരു സ്ലേബ് പൊന്തിച്ചപ്പോത്തിന് വിയർത്തു. എന്താ ചെയ്യാ?
വാ കിട്ടി ഗൈസ് കിട്ടി ഗൈസ് 2 കൊത്ത് 4 കുപ്പി വെള്ളം അങ്ങനെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെടുക്കെടുക്കുന്ന തിരിച്ചുകൊണ്ടിരിക്കും. അതാണ് ആകെ ഉള്ളൊരു അസറ്റ്. എൻ്റെ മേത്തണ്ട മേത്തണ്ട തന്നെ എൻ്റെ മേത്തിപ്പോൾ തിരിച്ചാൽ നോക്കി ഞാൻ തരും. അപ്പം നോക്കി ഗൈസ് ഇതിനൊരു ട്രൗസറൊക്കെ കൊടുത്തു കൊടുത്തിന് പോകുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ട്രൗസർ കെട്ടിയെടുക്കുന്നുണ്ട്. ഉടുക്കാത്ത പ്രശ്നം വേണ്ട. നമ്മളെ പോരെ പൊളിച്ചതിന്റെ സൈഡിൽ ഇതാ ഒരു ഷെഡ് കെട്ടിയാണ്. ഇത് വേറെ വൈബ മക്കളെ. അടുപ്പത്ത് ചക്ക തളച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഞ്ഞി കൂട്ടാൻ ഇതാ നമ്മളെല്ലാവരും കഞ്ഞി ആയതുകൊണ്ട് കഞ്ഞിക്ക് കഞ്ഞി കൂട്ടാൻ ആരെങ്കിലും തൊള്ളയില് വെള്ളം പൊട്ടിയോ? വെള്ളം പൊട്ടാൻ തത്താ പൊടിഞ്ഞു. വെള്ളം പൊടിഞ്ഞോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.